ഹായ് ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ശ്രുതി. ഇന്ന് ഓരയിൽ കാണിക്കുന്നത് ജ്വല്ലറീസ് ഒന്നുമല്ല കേട്ടോ. നിങ്ങളൊരു ജ്വല്ലറി മേടിക്കുമ്പോൾ അത് എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. നമ്മളെല്ലാവരും പല റേഞ്ചിലുള്ള ഐറ്റംസ് മേടിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ 1000, 2000, 3000, 4000, 5000 അത്ര റേഞ്ചിലൊക്കെയുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾ മേടിക്കാറുണ്ടാവും. ബിലോ 5000 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ്സ് മേടിക്കാറുണ്ടാവും. സോ ഏത് പ്രോഡക്റ്റ്സ് മേടിച്ചാലും എല്ലാം അതിന് സൂക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഓർണമെൻറ്റ്സും കുറേ നാളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില ഓർണമെൻറ്റ്സ് ഉണ്ട്, ഒരു 500-600 റുപ്പീസ് മേടിക്കുന്ന ചില ഓർണമെൻറ്റ്സ് പെട്ടെന്ന് കളർക്ക് മങ്ങാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്ന്, അല്ലെങ്കിൽ എങ്ങനെ അത് ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. സോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു പോൾക്കി ടൈപ്പ് ഒരു ഓർണമെൻറ്റാണ്. ആക്ച്വലി ഇതെൻ്റെ പേഴ്സണൽ ഓർണമെൻറ്റാണ്. ഇത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇതാണ് ഓർണമെൻറ്റ്. ഇത് ഞാൻ മേടിച്ചത് 6 years ബാക്ക് മേടിച്ചൊരു ഓർണമെൻറ്റാണിത്. 6 or 7 years ബാക്ക് മേടിച്ചതാണ്. എൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു ഓർണമെൻറ്റാണിത്. ഇത് ഞാൻ അന്ന് മുതൽ ഒത്തിരി യൂസ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ സ്പെഷ്യലായിട്ട് ആരുടെയെങ്കിലും മാരേജ് വരുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അത് വളരെ എലഗൻ്റാണ്. ഈ ഡിസൈൻ ഇത് ഞാൻ അന്ന് മേടിച്ചത് 1600 സംതിങ് ആയിരുന്നു. 6 years ബാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സിറ്റിയായ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ മേടിച്ചതായിരുന്നു. അന്ന് 1500 ആയിരുന്നു. ഇതിൽ വന്നിരിക്കുന്നത് അത് ഫുള്ള് സ്റ്റോൺസും പേളും വെച്ചിട്ട് ഭയങ്കര എലഗൻ്റ് ലുക്കാണ്. ഇതിന് ഇപ്പോൾ ഇയറിങ് ഞാൻ കാണിച്ചു തരാം. ഇത് ഒറ്റ പീസ് ഇട്ടാൽ മതി, ഭയങ്കര ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതും ഭയങ്കര ലുക്ക് കിട്ടുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഇത് 6 years ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിട്ട് ഇത് കാരണം നമ്മളുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ വിയർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് ഊരിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ടൈമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല, എപ്പോഴും ഇത് മാത്രം നോക്കി നടക്കുന്നവരല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതൊരു കോട്ടണിൽ ഒരു ബോക്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് മേടിക്കാം. ഈ പറയുന്ന പോലെ എല്ലാ ഓർണമെൻറ്റ്സ് വിട്ട് വെക്കാൻ വേണ്ടി ഒരു ബോക്സ് മേടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ജ്വല്ലറീസ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ബോക്സ് കിട്ടും. ആ ബോക്സിൻ്റെ അകത്ത് ഇതുപോലത്തെ ഈ ഒരു കോട്ടൺ വെച്ചിട്ട്, കോട്ടൺ ഉണ്ടാവും ബോക്സിൽ. എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം ഇതിൻ്റെ ഈ വിയർപ്പും ഈ ഒരു കഥകളും കാറ്റുകൊണ്ട് മാറുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളത് ഇത് കോട്ടൻ്റെ അകത്ത് വെച്ചാൽ മതി. കോട്ടൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഇത് പുതിയതുപോലെയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഇത് കുറേ പഴകിയതാണോന്നും തോന്നത്തേയില്ല. അപ്പോൾ എനിക്കത് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നിട്ട് എനിക്കിങ്ങനെ ഹെൽപ്പൊന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇയറിംഗ് ഉണ്ട്. ഇയറിംഗ് ഇട്ടില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. എന്താ പറയുക, ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നിക്കും. ഇത് പൊളിക്കാണ്. ഇതെൻ്റെ പേഴ്സണലാണ്. ഇത് ആർക്കെങ്കിലും വേണം, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. അതുപോലെ ഇതിൻ്റെ ഇയറിങ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഇയറിങ് അതിൽ നമുക്ക് റെൻറ്റഡ് ജ്വല്ലറി അവൈലബിൾ ആണ്. അതുപോലെ റെൻറ്റഡ് ജ്വല്ലറി നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ചെയ്തു തരും. അതായത് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ തന്നെ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ DM ചെയ്താൽ മതി, ആ ഡിസൈനുള്ളത് നമ്മൾ അവൈലബിൾ ആക്കും. അതുപോലെ തന്നെ ഇനി ചുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ചുട്ടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര എലഗൻ്റ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എല്ലാ ജ്വല്ലറീസും സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ മാലയും നമ്മൾ ഇതിനകത്ത് തന്നെയാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇത് ചെറുതായിട്ടൊക്കെ എനിക്കിങ്ങനെ ഒരു കളറ് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് കളറ് മങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം അത് ഞാൻ അത് സൂക്ഷിക്കില്ലായിരുന്നു പറഞ്ഞ പോലെ. അതുകൊണ്ട് എനിക്ക് കളർ മങ്ങിപ്പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ ഒക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടാണ് അതിങ്ങനെ ആയത്. കാരണം നമ്മൾ ഇച്ചിരി റേഞ്ച് കുറഞ്ഞത് മേടിക്കുമ്പോൾ നമ്മൾ അത്ര കെയർ ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട്
അപ്പോൾ ഞാനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതും നമുക്ക് ഒരു ബോക്സിൽ എല്ലാത്തിനും ഓരോ ബോക്സ് മേടിക്കണമെന്നല്ല, ഒരു ബോക്സിൽ തന്നെ നമുക്ക് എല്ലാം വെക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ചേഞ്ചസ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ 2 പീസ് ഞാൻ ഒരേ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കോട്ടൺ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് എത്ര റേഞ്ച് ആണെങ്കിലും യൂസ് ചെയ്യും. നിങ്ങളിപ്പോൾ 300 മേടിച്ചാലും 200 മേടിച്ചാലും എത്ര റേഞ്ച് ആണെങ്കിലും ഇങ്ങനെ കോട്ടണിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.